മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നു. ഫ്രാൻസിൽ രാഷ്ട്രീയ പ്രതിസന്ധി. അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ പ്രധാനമന്ത്രി ഹൊസ്വ ബെയ്റു പുറത്തായി. ഇതോടെ ഫ്രഞ്ച് സർക്കാർ താഴെ വീണു. 194 എംപിമാർ അനുകൂലിച്ചപ്പോൾ 364 വോട്ടുകൾ എതിരായി. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, അസ്ഥിര സർക്കാർ എന്ന വിശേഷണം ഫ്രഞ്ചിലെ സർക്കാരുകൾക്കുണ്ട്. അത് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ വീണ്ടും ഒരു പ്രധാനമന്ത്രി കൂടി അവിടെ പുറത്താകുന്നു. എന്താണ് ഇതിന് കാരണം? പാർലമെന്റിൽ ഇന്ന് സംഭവിച്ചത് എന്താണ്? കഴിഞ്ഞ 9 മാസത്തിനിടെ രണ്ടാം തവണയാണ് ഒരു പ്രധാനമന്ത്രി ഫ്രാൻസിൽ രാജിവെച്ച് ഒഴിയേണ്ടി വരുന്നത്. കഴിഞ്ഞ 20 മാസം അത് കണക്കിലെടുക്കുമ്പോൾ 20 മാസത്തിനിടെ 5 പേരാണ് ഇനിയൊരു പ്രധാനമന്ത്രി വരികയാണെങ്കിൽ 5ാമത്തെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് വേണം വരേണ്ടത് കണക്കാക്കാൻ. അങ്ങനെ വലിയ രൂപത്തിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധി ഫ്രാൻസിനെ വിഴുങ്ങാൻ തുടങ്ങിയിട്ട്, പിടിമുറുക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. അതിന് കാരണമെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. ഒരുപക്ഷേ ഫ്രാൻസിന് സമീപകാലത്തൊന്നും ഫ്രാൻസിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലൊന്നും ഇല്ലാത്ത രൂപത്തിലുള്ള വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഫ്രാൻസ് കടന്നു പോകുന്നത്. കണക്കുകൾ പ്രകാരം ഇപ്പോൾ ഈ 2025 ആദ്യ പാദത്തിൽ അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഫ്രാൻസിൻ്റെ പൊതുകടം ഏതാണ്ട് 3.34 ട്രില്യൺ യൂറോ ആണ് ഫ്രാൻസിൻ്റെ പൊതുകടം. അതായത് അവിടുത്തെ GDPയുടെ ഏതാണ്ട് 114% വരെ അത് അവരുടെ പൊതുകടമായി ഉയർന്നു കഴിഞ്ഞു. ആ കടം തീർക്കുന്നതിനാണ് സംസ്ഥാനത്തിൻ്റെ ഫ്രാൻസിൻ്റെ ഏതാണ്ട് 7% വരുന്ന സാമ്പത്തികം അല്ലെങ്കിൽ പണം ഉപയോഗിക്കുന്നത് ഈ കടം തീർക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ വലിയ രൂപത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഫ്രാൻസിനെ വിഴുങ്ങാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് എല്ലാ കാലത്തും ഈ കഴിഞ്ഞ ഏതാണ്ട് 20 മാസമായി ഫ്രാൻസിൽ ഓരോ സർക്കാരുകൾ മാറി വരുമ്പോഴും ഓരോ പ്രധാനമന്ത്രിമാർ മാറി വരുമ്പോഴും അവർക്കെതിരെ അവിശ്വാസം കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിക്കും ഒരു സർക്കാരിനും അവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ടാണ് അവർക്ക് രാജിവെച്ച് ഒഴിയേണ്ടി വരുന്നത്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഹൊസ്വ ബെയ്റു പോലും അദ്ദേഹത്തിൻ്റെ പദ്ധതിയായിരുന്ന ഏതാണ്ട് 51 ബില്യൺ യൂറോ കൊണ്ടുവന്ന് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാമെന്ന നിർദ്ദേശം ഇപ്പോൾ പാർലമെൻറ്റ് തള്ളുകയായിരുന്നു. അത് തള്ളിയതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം രാജിവെച്ച് ഒഴിയേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിനെതിരെ ഏതാണ്ട് 394 എംപിമാർ, അതായത് ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നും ഇടത് വലത് എംപിമാർ ചേർന്നുകൊണ്ട് 394 എംപിമാർ ചേർന്നാണ് അദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയത്തിൽ വോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് അദ്ദേഹം പുറത്താകേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും നാളെ അദ്ദേഹം രാജിവെക്കും. ഈ രാജിവെക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു രാഷ്ട്രീയ പ്രതിസന്ധി എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിക്കപ്പുറം പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ കൂടി രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകും. കാരണം ഇമ്മാനുവൽ മക്രോണിന്റെ നോമിനിയാണ് ഇപ്പോൾ കഴിഞ്ഞ 20 മാസത്തിനിടയിൽ വന്ന 5 പ്രധാനമന്ത്രിമാരും ഇമ്മാനുവൽ മക്രോണിന്റെ പ്രതിനിധിമാരാണ്, അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്നവരാണ്. അതുകൊണ്ട് മക്രോണിനും ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഫ്രാൻസിനെ രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല എന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിൽ അടിയന്തരമായി തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് തീവ്ര വലതുപക്ഷ പാർട്ടി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. മാരിൻ ലെ പെൻ എന്ന് പറയുന്ന പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട നേതാവ്, അദ്ദേഹം തീവ്ര വലതുപക്ഷ പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹം അടിയന്തരമായി രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്തണം, പുതിയൊരു സർക്കാർ വരണം, പുതിയ സാമ്പത്തിക നയം കൊണ്ടുവരണം. ഈ സർക്കാരിനും ഇമ്മാനുവൽ മക്രോൺ നയിക്കുന്ന സർക്കാരിനും നേതൃത്വത്തിനും പാർട്ടിക്കും ഫ്രാൻസിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ കഴിയില്ല എന്ന ആരോപണം തീവ്ര വലതുപക്ഷ പാർട്ടി ഉയർത്തി കഴിഞ്ഞു. എന്തായാലും ഫ്രാൻസിൽ പുതിയ സർക്കാർ വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രജിൻ, ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.